നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, ഗർഭധാരണവും പ്രസവമൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ട ഒരു പ്രക്രിയയാണ്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇന്ന് സാമൂഹ്യ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രസവരക്ഷ ആയുർവേദത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പർ വിളിക്കാം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ അനില എം, അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെൻറ് ആയുർവേദ കോളേജ്, തിരുവനന്തപുരം. നമുക്ക് മാഡത്തെ ബഹുമാനപൂർവ്വം തന്നെ സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ഈ ഒരു ഗർഭധാരണം അല്ലെങ്കിൽ പ്രസവം എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെയധികം ക്രൂഷ്യലായിട്ട് കാണുന്ന ഒരു ഘട്ടമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ജീവിതശൈലി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെയും നമ്മളൊന്ന് മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കരുതലോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം തന്നെ നമ്മുടെ വിഷയം സൂചിപ്പിക്കുന്നത് പോലെ എന്താണ് പ്രസവരക്ഷ എന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. വളരെ റെലവൻ്റായ ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് പ്രസവരക്ഷ എന്നും എന്താണ് അതിൻ്റെ ആവശ്യമെന്നും ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് തന്നെ പുതിയ ജനറേഷന് ഭയങ്കര ഡൗട്ടുള്ളൊരു കാലമാണ്. തീർച്ചയായിട്ടും. അതായത് ഒരു പ്രസവം കഴിഞ്ഞിട്ട് ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് പോകാനൊരു സമയമുണ്ട്. ആദ്യത്തെ ഒരു 1.5 മാസം, 6 വീക്സ്, അബൌട്ട് 8 വീക്സ് വരെ എടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം തിരിച്ച് അതിൻ്റെ ഗർഭപൂർവ്വ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിന് ശരീരത്തിന് ആവശ്യമായ വിശ്രമം, ശരിയായ ഭക്ഷണം, ന്യൂട്രിയൻസ് ആവശ്യമാണ് ഈ പ്രോസസ്സിന്. പിന്നെ ശരിയായ ഔഷധം, അതായത് തിരിച്ചു പോകുന്നത് നോർമലായിട്ട് തന്നെ ആവാൻ ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ, ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനും. പിന്നെ ഡെലിവറിയിൽ നമുക്ക് പലതരത്തിലുള്ള ഒരു മസ്കുലാർ പെയിൻ ഡെവലപ്പ് ചെയ്യും, അതിൽ നിന്നുള്ളൊരു റിക്കവറിക്കും എല്ലാം ചേർന്നുള്ള ഒരു കോംപ്രിഹെൻസീവായ ഒരു ട്രീറ്റ്മെൻറ്റാണ് പ്രസവരക്ഷ. അതെ, മാത്രമല്ല ഡോക്ടർ, ഇപ്പം നമുക്കറിയാം പൊതുവെ ആയുർവേദം എന്ന് പറയുന്നത് ചികിത്സ എന്നതിലുപരി ഒരു ജീവിതചര്യയും കൂടിയാണ്. കാരണം നമ്മുടെ രോഗചികിത്സ തീർച്ചയായിട്ടും ആയുർവേദത്തിലുണ്ട്. അതോടൊപ്പം തന്നെ രോഗകാരണത്തെയും ശരീരത്തിൻ്റെ മൊത്തം ഒരു അവസ്ഥയും അല്ലെങ്കിൽ ഒരു എംപവർമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ഒരു വ്യക്തിയുടെ. അപ്പം ഈ ഒരു പ്രസവരക്ഷയുടെ കാര്യത്തിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, കാരണം നമ്മുടെ ജീവിത രീതികൾ മാറി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാറി, നമ്മുടെ ജോലി തന്നെ മാറി, ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കായികാധ്വാനമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നത്തെയൊക്കെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രസവരക്ഷയ്ക്കായിട്ട് ഒരാൾ ഒരു ആയുർവേദ ചികിത്സാ രീതിയെ സമീപിക്കുന്നതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ്? നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ശരീരത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് പോകാനായി നെസസറി ആയിട്ടുള്ള ന്യൂട്രിയൻസ് അത് വേണം. അതിനൊപ്പം ഔഷധങ്ങൾ വേണം. അത് 2 തരത്തിലുണ്ട്. പുറമേ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുണ്ട്, ഉള്ളിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുണ്ട്. ഉള്ളിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഓരോ ആളിൻ്റെ നീഡ് അനുസരിച്ചാണ്. ഇപ്പോൾ പാല് കുറഞ്ഞ ഒരാളിന് പാലുണ്ടാകാനുള്ള ഔഷധമായിരിക്കും കൊടുക്കുക. ശരീരവേദനയുള്ള ആളിന് അതിനനുസരിച്ചുള്ളതായിരിക്കും. അങ്ങനെ നീഡ് അനുസരിച്ചായിരിക്കും ഇൻറ്റേർണൽ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. പുറമേ ഉള്ള ഔഷധങ്ങൾ, അതായത് നമ്മൾക്ക് പലതരത്തിലുള്ള മസിൽ പെയിൻ പോലെയുള്ളത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻസും അതും ഒരാളുടെ ശരീരപ്രകൃതി, മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആവുന്നതാണ് കൂടുതൽ കറക്റ്റ് ആവുക. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഡിക്കേഷൻ അല്ലാണ്ട് രോഗിയുടെ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആളുടെ ശരീരത്തിനും സാഹചര്യത്തിനും അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മരുന്ന് നിർണ്ണയിക്കുന്നത്. അതെ, ഇതിലാണ് വളരെ ആയുർവേദത്തിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് പ്രസവിച്ച ഉടനെ കടയിൽ ചെല്ലുക, 2 മരുന്ന് വാങ്ങിക്കൊണ്ടുവരിക, ഇങ്ങനെയാണ് എല്ലാവരും ധരിക്കുന്നത്. ഒരാളിന് കൊടുത്ത മെഡിസിൻ അത് ഡോസും ഡ്യൂറേഷനും ആ ആളിൻ്റെ നീഡ് അനുസരിച്ചുള്ള ഒരു മെഡിസിനാണ്. തീർച്ചയായിട്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാവർക്കും ഒരേ മെഡിസിൻ തന്നെ യൂസ് ചെയ്യണം എന്നില്ല, അതിന് ഗുണഫലം തന്നെ കിട്ടണമെന്നുമില്ല. അപ്പോൾ തീർച്ചയായും ഇത് പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പൊതുവിൽ ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് വന്ന് ഞാൻ ആ അരിഷ്ടം കഴിച്ചു, ഞങ്ങൾ ആ അരിഷ്ടം തന്നെ അങ്ങ് കഴിച്ച്, അതൊരു ചിലപ്പോൾ നമ്മളൊരു 6 മാസം കഴിഞ്ഞ് മീറ്റ് ചെയ്യുമ്പോഴും അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ, അതായത് ഡോസ് കൃത്യമല്ലാതെ അവനവൻ്റെ നീഡിനനുസരിച്ചല്ലാതെ കറക്റ്റ് ഡ്യൂറേഷനിലല്ലാതെ കഴിക്കുന്നതിന് അതിൻ്റേതായ പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും. അപ്പോൾ ആയുർവേദം മരുന്നാണെങ്കിൽ കൂടി കൃത്യമായിട്ട് ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും. ഡോക്ടർ, അതുമായിട്ട് ചേർത്ത് തന്നെ ചോദിച്ചോട്ടെ, കാരണം ഇപ്പോൾ നമ്മളുടെ വിഷയം സൂചിപ്പിക്കുന്നത് പോലെ പ്രസവരക്ഷയാണല്ലോ. അപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തി ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടത്? കാരണം പലപ്പോഴും
പ്രസവം കഴിഞ്ഞിട്ടാണോ അതോ ഈ ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ചെയ്യണോ? അതൊരു കൺഫ്യൂഷനുള്ള കാര്യമാണ് പൊതുവെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും. അപ്പോൾ അതിനെന്ത് മറുപടിയാണ് ഡോക്ടർ നൽകാനുള്ളത്? ശരിക്കും ആയുർവേദം എപ്പോഴും പ്ലാൻഡ് പ്രഗ്നൻസിയെയാണ് ഫേവർ ചെയ്യുന്നത്. ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ പ്രഗ്നൻസി എപ്പോഴും പ്ലാൻ ചെയ്യുകയും അപ്പോൾ നിലവിൽ നമുക്കുള്ള അസുഖങ്ങളെ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യുകയും ഫുഡ് സപ്ലിമെൻറ്റ്സ്, അന്നത്തെ കാലത്ത് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. വൈറ്റമിൻസിനെയും മിനറൽസിനെയും സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് കഴിച്ച് ഫുള്ളി ഒരു ഹെൽത്തി ആയിട്ട്, അത് വിമൻ മാത്രമല്ല മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്നേഴ്സ് രണ്ടുപേരും ഒരു ഗർഭപൂർവ്വചര്യ അതിൽ കൂടി പാസ് ചെയ്ത് പോയതിന് ശേഷം കൺസീവ് ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത്. ശരിക്കും അവിടെ മുതൽ ഒരു പ്രിപ്പയർഡ്നെസ്സോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രഗ്നൻസിയും ഡെലിവറിയും ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും എപ്പോൾ സമീപിക്കണം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ മുതൽ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഡോക്ടറിന് ഈ ഒരു ഗർഭകാലം മുഴുവൻ ആയുർവേദം കുഞ്ഞിനും അമ്മയ്ക്കും, കാരണം ഈ പറയുന്നത് പോലെ അമ്മയുടെ ആരോഗ്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ കാര്യം. അപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ആയുർവേദം എങ്ങനെയാണൊരു പരിരക്ഷ ഉറപ്പാക്കുന്നത്? അതായത് പ്രസവിച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നൊരു ഇത് പറഞ്ഞാൽ എല്ലാവരുടെയും ഫോക്കസ് കുഞ്ഞിലേക്ക് ആകുന്നു. അതെ. അപ്പം പലപ്പോഴും ഈ അമ്മയുടെ ആവശ്യങ്ങൾ, അത് ആരോഗ്യപരമാവട്ടെ അല്ലാണ്ടുള്ള പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിലൂടെ വരെ ഈ പുതിയതായി ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇയാളിനെ തള്ളിവിടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പലതരം ചേഞ്ചസ് ഉണ്ട്, വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിലൂടെ കടന്നു പോകുമ്പം ശാരീരികമായ ബുദ്ധിമുട്ട് പ്ലസ് മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഫേസ് ചെയ്യുന്ന പല പല ഉറക്കക്കുറവ് പോലെയുള്ള സാഹചര്യങ്ങൾ, ഇതെങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയാതെ നിൽക്കാറുണ്ട്. പക്ഷേ വൺസ് ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് എപ്പോഴും കുട്ടിയിലും അമ്മയുടെ ആവശ്യങ്ങളിലേക്ക് ഫോക്കസ് കുറയുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അമ്മയും കുഞ്ഞിനെയും ഒന്നിച്ച് കൺസിഡർ ചെയ്യുക, കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിചരണം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അമ്മയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അമ്മയ്ക്ക് വേണ്ട പരിചരണം കൊടുക്കുക. കാരണം പാരൻറ്റ്ഹുഡ് ആണ് ഈ കുട്ടിയുടെ നാളെയുള്ള ക്യാരക്ടർ ആൻഡ് ബിഹേവിയറിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം. തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ അതുവരെയുള്ള നമ്മുടെ ജീവിത സാഹചര്യവും ജീവിതശൈലിയൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഒരുപാട് ഉറങ്ങുന്ന ഒരാളായിരുന്നെങ്കിൽ ഉറക്കം കിട്ടുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ കിട്ടുന്ന അവസരമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നൊരു ഘട്ടമാണ്. അത് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഡോക്ടർ ഈ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ അമ്മമാരുടെ ഉറക്കം എത്രത്തോളം പ്രാധാന്യമാണ്, പ്രത്യേകിച്ച് പോസ്റ്റ് ഡെലിവറി, അത് ഉറപ്പാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? പ്രത്യേകിച്ച് നമുക്കറിയാം മോഡേൺ മെഡിസിൻ ഒരുപാട് ഉറക്കത്തിനെ സഹായിക്കുന്ന ഗുളികകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെയും പലതരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡോക്ടറിൻ്റെ നിരീക്ഷണം എന്താണ്? എന്താണ് ഡോക്ടർ പറയാനുള്ളത്? പ്രസവശേഷം ശരിക്കും ഉറക്കം വരാത്തതിനേക്കാൾ ഉറങ്ങാനുള്ള സാഹചര്യം ഇല്ലാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം കുട്ടിക്ക് ഉണ്ടാകുന്ന പല ആവശ്യവും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ് അമ്മയുടെ ഉറക്കം കൂടുതലായും പോകുന്നത്. അവിടെ ഉറക്കം കിട്ടാത്തതിനേക്കാളും ഉറങ്ങാൻ പറ്റാത്തതാണ് പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് നമുക്ക് ശരിക്കും ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് വളരെ ആവശ്യമാണ്. അതായത് നമ്മൾ ചുറ്റുമുള്ളത്, ഇപ്പോൾ പാർട്ട്നേഴ്സ് ആവാം, പാരൻസ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, ആരായാലും അവർ കൂടെയുള്ളവരുടെ ഒരു സപ്പോർട്ട് ഈ സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരും. ഒരു നെസസറി ഉറക്കം എന്ന് പറയുന്നത് നമ്മളെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന 3 മെയിൻ പില്ലേഴ്സിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം തീർച്ചയായും ബാലൻസ്, ബോഡി ഫിസിയോളജിയുടെ മൊത്തം ബാലൻസിനെ തന്നെ തകർക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു നെസസറി സ്ലീപ്പ് കിട്ടത്തക്ക രീതിയിൽ അമ്മയ്ക്ക് ഫാമിലിയുടെ അല്ലെങ്കിൽ ഹൂ എവർ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ആ ആളിൻ്റെ ഒരു സപ്പോർട്ടാണ് ആവശ്യമായി വരിക. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇനി നമ്മുടെ ഈ ഒരു പ്രസവ അല്ലെങ്കിൽ ഗർഭകാലത്തെ ഒരു ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വളരെയധികം കരുതലോടുകൂടി വളരെയധികം ക്രൂഷ്യലായിട്ട് കാണേണ്ട ഒരു സമയമാണല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഗർഭകാലയളവിൽ സാധാരണഗതിയിൽ എന്തെല്ലാം രോഗങ്ങളാണ് കണ്ടുവരുന്നത്? ഇതിനെ ആയുർവേദം എങ്ങനെ സമീപിക്കുന്നു? നമുക്കതേക്കുറിച്ച് സംസാരിക്കാം. പ്രഗ്നൻസി നമ്മൾ പൊതുവിൽ തന്നെ 3 ട്രൈമസ്റ്റർ ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം, പിന്നെയുള്ള 3 മാസം, അങ്ങനെ 3 ട്രൈമസ്റ്റർ ആയിട്ടാണ് പറയുന്നത്. ഈ ഓരോ ട്രൈമസ്റ്ററിലും വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ്.
ആദ്യത്തെ 3 മാസം കൂടുതലായും കണ്ടുവരാറുള്ളത് ഛർദിൽ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നിർജ്ജലീകരണം, അത് റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഫേസിൽ കൂടുതലും മരുന്നുകൾ കഴിക്കാൻ അധികം അങ്ങനെ എല്ലാ മരുന്നുകളും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയവുമല്ല. അതുകൊണ്ട് തന്നെ ആയുർവേദ ഔഷധങ്ങൾ ആ സമയത്ത് വളരെ യൂസ്ഫുൾ ആണ്. ഛർദിലിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസും ഉണ്ട്, അതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ആയുർവേദത്തിലുണ്ട്. നെക്സ്റ്റ് വരുമ്പോൾ മിക്കവാറും കാണുന്ന ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ നീര്, നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിനും അതുപോലെ നമുക്ക് ആ നീരിനെ പരിഹരിക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ, ലേപനം പോലെയുള്ള ഔഷധങ്ങളുണ്ട്. അത്യാവശ്യമാണെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഔഷധങ്ങളുമുണ്ട്. ടുവേർഡ്സ് ഒരു നമ്മൾ പ്രസവം അടുത്ത് വരുന്നൊരു സമയത്ത് കൂടുതലായും കാണുന്ന മലബന്ധം, വയറുവേദന, നടുവേദന പോലെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മെഡിസിൻസ് ചൂർണ്ണമാവാം, കഷായമാവാം, ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെ ഡോക്ടർ, തീർച്ചയായിട്ടും അതുമായിട്ട് ചേർത്ത് ചോദിച്ചൂടെ? കാരണം ഈ ഛർദിലെന്ന് പറയുന്നത് പല ഗർഭിണികളെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. കാരണം കൃത്യമായിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, കുട്ടിക്ക് കൃത്യമായിട്ടുള്ള പോഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ അതിനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മരുന്നുകൾ നമുക്ക് ഇന്ന് ആയുർവേദത്തിൽ വളരെ വിപുലമായി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കതേക്കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളാണ് നമ്മൾ ആ ഒരു സമയത്ത് വരുത്തുന്നത്? മരുന്നുകളുടെ ഉപയോഗം എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് പറയാം. ലൈഫ് സ്റ്റൈലിൽ പ്രധാനമായും നമ്മൾ അധികം ഓയിലി ആയിട്ടുള്ളത് കഴിക്കാതിരിക്കുക. പിന്നെ നേരത്തെ ഒരു ടെൻഡൻസി, ഇപ്പം നമുക്ക് നേരത്തെ തന്നെ പെട്ടെന്ന് അപ്സെറ്റ്, സ്റ്റൊമക്ക് അപ്സെറ്റ് വരുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായി കാണും ആ സമയത്ത്. അപ്പോൾ കൂടുതലായും നമ്മൾ ഓയിലി ആയിട്ടുള്ളതും വളരെ സ്പൈസിയും എരിവ് കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. പിന്നെ സോഫ്റ്റ് ഫൈബറുള്ള കുക്കുംബർ, നമ്മുടെ കുമ്പളങ്ങ അതുപോലെയുള്ളത് ആഹാരത്തിൽ കൂടുതലായി ഉപയോഗിക്കുക. പിന്നെ ഔഷധങ്ങളായി പറയുകയാണെങ്കിൽ പൊതുവിൽ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാലും വില്ലുവാതി ഗുളിക, ധന്വന്തരം ഗുളിക തുടങ്ങിയ ഗുളികകൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ സേഫുമാണ്, അത് വളരെ എഫക്റ്റീവുമാണ് ഛർദിലിന്. അതെ, പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ മരുന്നുകളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ കണ്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഡോക്ടറിന് ഈ ഡെലിവറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിസേറിയനുമുണ്ട്, നോർമൽ ഡെലിവറിയുമുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതെല്ലാം ആ ഒരു വ്യക്തിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആ കടന്നു പോകുന്ന ഘട്ടം, കോംപ്ലിക്കേഷൻസ് ഒക്കെ കണക്കിലാക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നോർമൽ ഡെലിവറിയെ ആയുർവേദം പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളത്? നോർമൽ ഡെലിവറിക്ക് നമ്മളെപ്പോഴും ഒരു നോർമൽ ഡെലിവറിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഹൈ റിസ്ക് ഫാക്ടർ, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ്. അപ്പം കൂടുതലും നമുക്ക് ഈ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ നോർമൽ ഡെലിവറി അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആയുർവേദത്തിൽ ഓരോ മാസവും ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് കഴിക്കാനുള്ള മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് അത് പാൽ കഷായമായിട്ടും അല്ലാത്തവർക്ക് അത് അല്ലാത്ത കഷായമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ഇന്നത്തെ ഇതിൽ വളരെ പ്രശ്നമായി കാണുന്ന ഒരെണ്ണം ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. നോർമൽ രീതിയിലുള്ള വ്യായാമം ശരീരത്തിനുണ്ടാവണം. അളവ് ഒത്തിരി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പലതവണയായിട്ട് വേണ്ട ആഹാരം, ന്യൂട്രീഷൻ കിട്ടുന്ന ലെവലിൽ വേണ്ട ആഹാരം ഉള്ളിൽ ചെല്ലണം. പിന്നെ രക്തക്കുറവ് പോലെയുള്ളത് സമയത്ത് തന്നെ പരിഹരിക്കണം. പിന്നെ BP, അത് വേറൊരു കോംപ്ലിക്കേഷനാണ്. അത് അതിൻ്റെയൊക്കെ ആരംഭത്തിൽ തന്നെ കൃത്യമായി മെഡിസിൻസ് എടുക്കുവാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത്തരം കോംപ്ലിക്കേഷൻസ് ആണ് പലപ്പോഴും നോർമൽ ഡെലിവറി നടക്കാതിരിക്കാനുള്ള കാരണം. അപ്പോൾ ചെറിയ സിംറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ആവശ്യങ്ങളായിരിക്കും. പക്ഷെ അത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കൃത്യമായി മരുന്ന് കഴിക്കുവാണെങ്കിൽ വലിയ സീരിയസ് ആയ കോംപ്ലിക്കേഷൻസിൽ പോകാതിരിക്കും. അങ്ങനത്തെ സീരിയസ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് അത് നോർമൽ ഡെലിവറിക്ക് സഹായകമാണ്. പിന്നെ അതായത് ഒരു 28 വീക്സിന് ശേഷം, ഒരു 7-ാം മാസത്തിന് ശേഷം കൃത്യമായിട്ട് ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മസാജ് അല്ല ഉദ്ദേശിക്കുന്നത്. ഓയിൽ ആപ്ലിക്കേഷൻ, സ്ഥിരമായിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ട് ബോഡി മസിൽസിൻ്റെ എലാസ്റ്റിസിറ്റി, അതുപോലെ ലിഗമെൻസിൻ്റെ എലാസ്റ്റിസിറ്റിയും എല്ലാം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുകയും അത് ഡെലിവറിക്ക് കുറച്ചുകൂടി
ഫേവറബിൾ ആക്കുകയും ചെയ്യും. ശരി ഡോക്ടർ, മാത്രമല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം ഈ ഒരു പ്രഗ്നൻസിയുമായിട്ടനുബന്ധിച്ചിട്ട് ഒട്ടുമിക്ക അല്ലെങ്കിൽ ചിലവർക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ BP കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡയബറ്റീസ്, തൈറോയിഡൊക്കെ ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് അത് ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് പലർക്കും പലതരത്തിലുള്ള ആശങ്കകളും ഉണ്ടാക്കും. കാരണം ലൈഫിൽ അത്രയും നാളും വേറൊരു രോഗവും ഉണ്ടായിരുന്നില്ല, പ്രഗ്നൻസി ആയപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്നതിനെ എങ്ങനെയാണ് ഡോക്ടർ നോക്കിക്കാണുന്നത്? ഇത് ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ അത് മാറാനുള്ള സാധ്യതയുണ്ടോ, അതോ നമ്മളെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്താണ് ഡോക്ടറിനെ അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രഗ്നൻസിയിൽ ഇപ്പോൾ ഡയബറ്റീസ് ആയാലും തൈറോയിഡ് ആയാലും പ്രഷർ ആയാലും വരാൻ ടെൻഡൻസി ഉള്ള ആളിന് പ്രഗ്നൻസിയിൽ അത് ബിഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആയതെല്ലാം തന്നെ പ്രഗ്നൻസി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിയുമ്പോൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ റെയർ ആയിട്ടുള്ള ചില ആൾക്കാർക്ക് അത് അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഫാമിലി ഹിസ്റ്ററിക്ക് ഇതിലൊരു റോളുണ്ട്. ലൈഫ് സ്റ്റൈലിനെ പോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിക്ക് ഇതിലൊരു റോളുണ്ട്. പാരമ്പര്യമായിട്ട് ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ടെൻഡൻസി കാണും. അവർ ആ ടെൻഡൻസിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് തുടർന്ന് നിൽക്കാനും പ്രഗ്നൻസിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, അതുമായിട്ട് ചേർത്ത് തന്നെ ചോദിച്ചോട്ടെ, കാരണം ഈ ഒരു പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് വൈറ്റമിൻസ് രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്നവരായിരിക്കാം. ഇവിടെ എങ്ങനെയാണ് നമുക്കൊരു ആയുർവേദ മരുന്ന് കഴിക്കാൻ സാധിക്കുക? ഈ ഒരു അലോപ്പതി ആയുർവേദം കോമ്പിനേഷൻ മരുന്ന് കഴിക്കാൻ സാധ്യമാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഒരു സിസ്റ്റത്തിലുള്ള മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് വേറൊരു സിസ്റ്റത്തിലുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡ്രഗ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുക, അതായത് ഇപ്പോൾ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ആണെങ്കിൽ അത് അധികമായിട്ട് അങ്ങനെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ് വരുത്തുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് അല്ല. മാത്രമല്ല ആയുർവേദ മെഡിസിൻസ് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്നത് ഫുഡ് സപ്ലിമെൻറ്റ്സ് പോലെയുള്ള മോഡിഫൈഡ് ഫോംസ് ആണ്. അത് ഇതുവരെയും നമ്മൾ ഒരു പഠനങ്ങളിലും തന്നെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ് ഉണ്ടാക്കുന്നതായി കണ്ടിട്ടില്ല. പിന്നെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മെഡിസിൻസ് കഴിയുന്നതും നമ്മൾ പ്രഗ്നൻസിയിൽ ഒഴിവാക്കാറുണ്ട്. അതെ ഡോക്ടർ, ഈ ഒരു ഗർഭകാലം അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ഈ നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കൺഫ്യൂഷൻസും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ അതിനെ എങ്ങനെയാണ് ആയുർവേദം നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് പ്രതിവിധിയാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്? ഒരു ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലക്ഷണം ശരീരം കാണിക്കും. അപ്പോൾ എന്താണ് ആ കാണിക്കുന്ന ലക്ഷണം? ഇപ്പോൾ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആണ് എങ്കിൽ അത് നമ്മൾ ഒരു ആർത്തവ ക്രമക്കേട് എന്നതായി പരിഗണിക്കുകയും എന്താണ് ആ ആർത്തവ ക്രമക്കേട്, ഇപ്പോൾ അത് വളരെ വൈകി വരുന്നോ അതോ അടുപ്പിച്ച് വരുന്നോ അമിതമായിട്ട് വരുന്നോ, എന്താണ് ആ ക്രമക്കേടിൽ വരുന്നത്, അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യും. യൂഷ്വലി അതോടൊപ്പം ആ മെൻസ്ട്രൽ കറക്ഷൻ വരികയും അതോടെ ആ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ആവുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡോക്ടർ, അതുമായിട്ടനുബന്ധിച്ച് ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ വളരെ കൂടുതലായിട്ട് ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഏറെയായിട്ട് ചർച്ച ചെയ്യുന്നതാണ് മാനസികാരോഗ്യവും. പ്രത്യേകിച്ച് ഡെലിവറി ടൈമിൽ ഉള്ള അമ്മമാരുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. കാരണം നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട്. അത് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഗർഭകാലത്തുള്ള അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ ആയുർവേദം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടെന്നാണ് ഡോക്ടറിൻ്റെ ഒരു നിരീക്ഷണം? പ്രസവാനന്തര വിഷാദം വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു ഇന്ത്യയിലെ മൊത്തം കണക്കിനെ അപേക്ഷിച്ച് കേരളത്തിൽ അതിൻ്റെ ഒരു ശതമാനം കുറച്ചുകൂടെ കൂടുതലാണെന്നും തോന്നുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഒരു ഹോർമോൺ ചേഞ്ചും പെട്ടെന്നുണ്ടാവുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചും പെട്ടെന്നുണ്ടാവുന്ന ഉത്തരവാദിത്തം, ഇങ്ങനെയുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് മാനസികാരോഗ്യത്തിനെ കുറച്ച് ബാധിക്കും. കുറച്ചൊരു പോസ്റ്റ്പാർട്ടം ബ്ലൂ, ചെറിയ രീതിയിലുള്ള ഒരു വിഷാദം പോലെയുള്ള ഒരവസ്ഥ സ്വാഭാവികമാണ്. പക്ഷേ ഈ അവസ്ഥ തുടർച്ചയായി നിൽക്കുകയോ അതൊരു അപകടകരമായിട്ടുള്ള ചിന്തകളിലേക്ക് പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. അത് പലപ്പോഴും അതിൻ്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം പലപ്പോഴും മനസ്സിലാക്കാതെ ഇരിക്കുന്നതായി തോന്നിയിട്ടുണ്ട്.
അതായത് ഒന്നിലും താല്പര്യമില്ലാതെ ദിവസങ്ങളോളം കഴിയുക, കുട്ടിയുടെ കാര്യത്തിൽ പോലും താല്പര്യം ഇല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ കാലം തുടർച്ചയായി പോവുകയാണെങ്കിൽ അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. മാത്രമല്ല അപകടകരമായ ചിന്തകൾ, ഇപ്പോൾ സ്വയം ഹാം ചെയ്യുന്നതായാലും കുട്ടിയെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള ചിന്തകളോ സംസാരമോ വന്നാൽ അതിനെ ചെറുതായിട്ട് കാണരുത്, കാര്യമായി കാണണം. ഈ അമ്മയുടെ ചെറിയ രീതിയിൽ ഉള്ള പോലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടിയുടെ കെയറിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ശരി. അപ്പം അതിന് കൃത്യമായിട്ടും അറ്റൻഡ് ചെയ്ത് ചികിത്സ ആവശ്യമെങ്കിൽ അത് നൽകുക എന്നുള്ളതാണ് ഇരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അതായത് മെഡിസിൻ ഒരു വശമാണ്, പിന്നെ ഒരു സപ്പോർട്ടീവായിട്ട് നമുക്ക് കൂടെയുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒരു പരിധിക്ക് അപ്പുറം പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു കൗൺസിലിംഗ് പോലെ ഒരു തെറാപ്പി കൊടുക്കാം. അതുകൂടാതെ യോഗ, പ്രാണായാമം പോലെയുള്ള അഡ്ജുവൻ തെറാപ്പീസ് അത് ഈ ആങ്സൈറ്റി, സ്ട്രെസ് ആൻഡ് ഡിപ്രഷനിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു കമ്പൈൻ ചെയ്ത്, അതായത് കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് അത് ഇനഫായി വരുന്നില്ലെങ്കിൽ ഒരു ശരിയായ കൗൺസിലിംഗ്, പിന്നെ മെഡിസിൻസ് ആവശ്യമായ ഘട്ടത്തിൽ ആയുർവേദത്തിൽ തന്നെ മെഡിസിൻസ് ഉണ്ട്, അതിനെ ഓപ്റ്റ് ചെയ്യാം. മെഡിസിൻസ് ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് യോഗ, പ്രാണായാമം പോലെയുള്ള അഡ്ജുവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് റിക്കവറി ഫാസ്റ്റർ ആവും. അതെ ഡോക്ടർ, അതുമായിട്ട് ചേർത്ത് ചോദിച്ചോട്ടെ. കാരണം ഈ പറയുന്നത് പോലെ ഈ ഒരു പ്രസവകാലം അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈം എന്നൊക്കെ എന്ന് പറയുന്നത് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു സമയമാണ്. കാരണം കുറച്ചധികം നാളുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ശരീരം തരുന്ന സൂചനകൾ അല്ലെങ്കിൽ വാർണിംഗ് സൈൻസുകൾ നമുക്ക് അവഗണിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡോക്ടറിൻ്റെ സേവനം തേടേണ്ട അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വാർണിംഗ് സൈൻസുകൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ നമുക്കതേക്കുറിച്ച് സംസാരിക്കാം. പ്രധാനമായും ശരിക്കും പറഞ്ഞാൽ 1000 ദിവസം, അതായത് ഒരു വർഷത്തെ പ്രഗ്നൻസി, 2 വർഷത്തെ ലാക്ടേഷൻ, ഏകദേശം എബൌട്ട് 1000 ദിവസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു കുട്ടിയെ പ്രസവിച്ച് അതിന് പാല് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ധാരാളമായിട്ടുള്ള ഈ കാൽഷ്യം, അയൺ എൻ്റെ എല്ലാം കുറവ് അമ്മയ്ക്ക് നേരിടേണ്ടി വരും പ്രോപ്പറായിട്ട് സപ്ലിമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗേൾസ് എല്ലാം വളരെ കരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഈ കരിയർ ബ്രേക്സ് ഇതെല്ലാം വലിയ രീതിയിലുള്ള അപ്സെറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. ജോബ് സ്ട്രെസ് അവരെ ബാധിക്കാറുണ്ട്. സോഷ്യൽ ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് പല റിലേഷൻസിനെയും, ഇപ്പോൾ പാരൻസിനോടുള്ളത്, പാർട്ട്ണറിനോടുള്ളത്, ഇനിയൊരു കുട്ടിയുണ്ടെങ്കിൽ അതിനോടുള്ളത്, അങ്ങനെയുള്ള പല ലെവലിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. ഇങ്ങനെ പലതിലൂടെയും കടന്നു പോകുമ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പല സിംറ്റംസും, പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ഹോർമോണൽ വേരിയേഷൻ്റെ സൈൻസ്. ഇപ്പോൾ ചിലപ്പോൾ അത് വെയിറ്റ് ഗെയിൻ ആയിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഒരു ഉറക്കക്കുറവായിട്ടത് പ്രസൻറ്റ് ചെയ്തെന്ന് വരാം, ചിലപ്പോൾ ഒരു വിശപ്പിൻ്റെ ഇറഗുലാരിറ്റി, ഒരു ഈറ്റിങ്ങിൻ്റെ ക്രേവിങ്സ്, ക്ഷീണം തുടർച്ചയായ, അങ്ങനെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ പല സൂചനകളും ഈ ഒരു 1000 ഡേയ്സിൽ നമുക്ക് കാണും. ചെറിയ ചെറിയ ചേഞ്ചസ് ആയാലും പെർസിസ്റ്റൻ്റ് ആയിട്ട് അത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് നല്ലതാണ്. അതെ, തീർച്ചയായിട്ടും. ഡോക്ടർ, ഇനി അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുലപ്പാൽ ആവശ്യമായിട്ടുള്ള അളവിൽ ഉൽപ്പാദിക്കപ്പെടാണ്ടിരിക്കുക, അത് മറ്റൊരു ആരോഗ്യ പ്രശ്നം, അത് കാരണം പലതരത്തിലുള്ള മാനസിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിൽ മുലപ്പാൽ വർധനവിന് സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ആയുർവേദത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചികിത്സയാണ് സ്തന്യക്ഷയം എന്നാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത്. അത് ഒരു ഭാഗം. അത് കൂടാതെ മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ചികിത്സയും കൂടി, അത് മറ്റുള്ള ശാസ്ത്രങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയ ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ഔഷധങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഒരു മരുന്നാണ് ശതാവരി. ശതാവരി ലേഹ്യമായിട്ടും പാൽ കഷായമായിട്ടും എല്ലാം കൊടുക്കുന്നത് ഈ പാൽ ഉൽപാദനത്തിന് നല്ലതാണ്. പിന്നെ പ്രധാനമായും നോക്കേണ്ടത് അമ്മയുടെ വിശപ്പ്, ദഹനം, ഇത് ശ്രദ്ധിക്കണം. ശരിയായ ദഹനം ഉണ്ടോ, ഈ കഴിക്കുന്ന ആഹാരം ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ദഹനവചന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം ഔഷധത്തിലേക്ക് കടക്കാൻ. ഡോക്ടർ, ഇതുമായിട്ട് ചേർത്ത് നമ്മൾ ഈ ഒരു ആദ്യത്തെ ട്രൈമസ്റ്ററിൽ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഭക്ഷണക്രമത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഈ ഒരു
പ്രസവത്തിന് ശേഷം അമ്മയുടെ ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. പ്രധാനമായും പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിശപ്പ് കുറവാണ് എല്ലാവരും തന്നെ അനുഭവപ്പെടുന്നത്. ഈ പാല് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രധാന പ്രശ്നം ഡീഹൈഡ്രേഷനാണ്. അതുകൊണ്ട് തന്നെ അതായത് ഒരുപാട് അളവിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദഹനക്കേട് അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിംഗ് പോലെ ഫീൽ ചെയ്യുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാമോ എന്നുള്ള സംശയവും വരും. പക്ഷെ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെറിയ അളവിൽ പക്ഷെ പലതവണ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് പാല് കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കുന്ന അവസരത്തിൽ അതിനുശേഷം വെള്ളം കുടിക്കുക. അപ്പോൾ അത് കൃത്യമായിരിക്കും. ഡീഹൈഡ്രേഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം. അതിനെ സോൾവ് ചെയ്യണം. പിന്നെ ആഹാരത്തിൽ തീർച്ചയായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് ഒരു ആഴ്ചയിൽ 1-2 ദിവസം ഒന്ന് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ അയണിൻ്റെ കുറവും ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ അത്ര അല്ലെങ്കിൽ പോലും അയൺ ബോഡിയിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നെല്ലിക്ക, പോംഗ്രനേറ്റ് പോലെയുള്ളത് ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. പിന്നെ കൃത്യമായി ഭക്ഷണം കഴിക്കുക. അതായത് വിശപ്പിനനുസരിച്ച് സമയാസമയത്ത് ഭക്ഷണം കഴിക്കുക. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ കഴിക്കുക. അത് കാരണം ഈ ഉറക്കവും കൂടി അഫക്റ്റഡ് ആവുന്നതുകൊണ്ട് കൃത്യസമയത്ത് കഴിക്കാതിരിക്കുമ്പം വലിയ രീതിയിലുള്ള ക്രേവിങ്സ് വരികയും പിന്നെ ഒരു ഇറഗുലറായിട്ട് കിട്ടുന്നത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ കഴിക്കുന്ന ഒരു ടെൻഡൻസി വരികയും അത് ആ ദഹനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായി സമയാസമയത്ത് ഭക്ഷണം കഴിക്കുക. ഒരു ലൈറ്റായിട്ടുള്ള ഫുഡ്, കുറച്ചുകൂടെ ലൈറ്റ്, ദഹിക്കാൻ എളുപ്പമുള്ള ഫുഡ് ഒരു നെസസറി ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. ഈ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അതായത് പ്രോട്ടീൻ, കാൽഷ്യം, അയൺ ഇതെല്ലാം ഈ ഫുഡിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓരോ നേരം കഴിക്കുന്ന ഫുഡ് പ്ലേറ്റിലും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. മനസ്സിലായി. ലാക്ടേഷൻ ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ സ്ത്രീകളെ നമുക്ക് ശരിക്കും ഈ പാല് കുടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മളത് OP-യിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഭയങ്കര പ്രയാസമാണ്. കുടിക്കാറില്ല അല്ലെങ്കിൽ കുടിക്കാൻ പറ്റില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ട് പറയും. വേറെ എന്ത് വേണമെങ്കിലും കഴിക്കാൻ റെഡിയാണ്. പക്ഷേ ശരിക്കും ലാക്ടേഷൻ ടൈമിൽ രാവിലെയും വൈകുന്നേരം ഓരോ കപ്പ് പാല് കുടിക്കുന്നത് വളരെ ആവശ്യമാണ്. ഡോക്ടർ, പ്രസവ രക്ഷയുമായിട്ടനുബന്ധിച്ച് നമ്മൾ വളരെ കൂടുതലായി കേൾക്കുന്ന ഒന്നാണ് വേദുകുളി. എന്താണ് വേദുകുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേദുകുളി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ഡെലിവറിയോടനുബന്ധിച്ച് ഒരു മസ്കുലോ സ്കെലറ്റൽ പെയിൻ, പലതരത്തിലുള്ള വേദനയും സന്ധിവേദന പോലെയുള്ളതും ശരീരത്തിന് ഉണ്ടാവുന്നുണ്ട് ഡെലിവറി കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗമാണ്. ശരിക്കും നമ്മൾ ആയുർവേദത്തിൽ സ്നേഹസ്വേദം എന്ന് പറയും. അതായത് എണ്ണയിട്ട് ആവി കൊടുത്ത് നോർമൽ ചെയ്യുന്നതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. അതിൽ ഈ വിയർപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ ഒരു ധാര. ആ ചൂടുവെള്ളത്തിൻ്റെ ധാരയാണ് ഈ വേദുകുളി എന്ന് പറയുന്നത്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കണം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ഗീത. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. എന്റെ മോള് പ്രസവിച്ചിട്ടിപ്പം 38 ദിവസമായി. എന്നിട്ടേന് ഈ കാലിന്റെ കണ്ണയ്ക്ക് ഒരു നീര് വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം കൊണ്ട് സ്കാൻ ചെയ്തപ്പോ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുവാണോ. അത് ഭയങ്കര വേദന. എന്നിട്ട് അത് കുറച്ച് ഭാഗം ഇങ്ങനെ വീർത്ത് തൊലി പോയി ഉണ്ടായിരുന്നായിരുന്നു. അത് വീണ്ടും അതങ്ങനെ വീർത്ത് കാലിന് നല്ല നീര, ഇടത്തെ കാലിന്. എന്നിട്ട് അവർ പറഞ്ഞ് ഇങ്ങനെ കിടന്നിട്ടാണ്. അങ്ങനെ വരുമോ? ഇത് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നതാണോ ഈ നീര്? ഇല്ല, അവർക്ക് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷമാണ്. മുൻപ് ഉണ്ടായിരുന്നതും അല്ല അല്ലേ? എന്തോ അതിന് മുന്നേയും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല അല്ലേ? ഇല്ല, വന്നിട്ടില്ല. വേദനയുണ്ടോ? ഇപ്പൊ വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാനും ബുദ്ധിമുട്ടുണ്ട് ഈ വേദന കൊണ്ട്. നമ്മള് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞങ്ങൾ അങ്ങനെ കുളിപ്പിക്കുന്ന അവര് പറഞ്ഞ ഒരു ലേപനം ഇങ്ങനെ തൂത്ത് ഇട്ടായിരുന്നു. കുറയുന്നുണ്ടോ? ഇല്ലാതെ കുറയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവര് ഐസ് വെക്കാൻ പറഞ്ഞു. ഐസും വെച്ച് ഒരു ഓയിൻമെന്റ് ഇങ്ങനെ തൂക്കാൻ തന്നു. കുറഞ്ഞോ? ഈ കുറവില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. അല്ലെ പിന്നെ വെള്ളം കുത്തിയെടുക്കണം. ശരി അമ്മ, ഇത് ആയുർവേദത്തിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും കൃത്യമായിട്ട്. അതായത് പുറമേ ഈ പറഞ്ഞ പോലെ ലേപനം അത് ശരിയായ രീതിയിലിടണം. അതായത് അതിന് പറയുന്ന ഒരു ശരിയായ തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിലും ഇടേണ്ട ഒരു ടൈമും ഉണ്ട്. ആ ടൈമും തിക്നെസ്സും ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇടുകയും
അത് കൂടാതെ ഉള്ളിലേക്ക് മരുന്നുകളും കൂടെ കഴിക്കേണ്ടി വരും. ഈ നീരിന് മാറാൻ കണക്കാക്കിയുള്ള മെഡിസിൻസ് ഉള്ളിലേക്കും കൂടെ കഴിക്കണം. അപ്പോഴേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. പുറമേ ഉള്ള ലേപം, കാരണം ഇപ്പോൾ ഇത് കുറച്ച് നാളായല്ലോ, പുറമേ ഉള്ള ലേപം കൊണ്ട് മാത്രം മാറാൻ പ്രയാസമായിരിക്കും. പിന്നെ ഇതിൻ്റെ കാരണം കൂടെ ഒന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. ഇപ്പം വ്യക്തമായൊരു കാരണം മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. വെള്ളം കെട്ടിക്കിടപ്പാന്നാ പറഞ്ഞു. ആ അപ്പോൾ ഇത് മാറണമെങ്കിൽ പുറമേ ഉള്ള നമ്മുടെ ലേപം പോലെയുള്ളതിനോടൊപ്പം ഉള്ളിലേക്ക് മരുന്നുകളും കൂടി കഴിക്കണം. സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മുടെ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് വേദഗുളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ശരിക്കും. അതായത് നമ്മുടെ ഈ വൂണ്ട് ഹീലിങ്ങിന് സഹായിക്കുന്ന തരത്തിലുള്ള മരുന്ന്, നാൽപ്പാമര പട്ട പോലെയുള്ള മരുന്നുകളാണ് ഈ വേദഗുളിക്ക് പ്രധാനമായിട്ടും നമ്മൾ ഔഷധമായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ തലേ ദിവസം തിളപ്പിച്ചൊരു കഷായം ആക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഓരോ ആളിനും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂട്, അത് നമ്മൾ വീണ്ടും എടുത്തു പറയാൻ കാരണം ഈ ചൂടെന്ന് പറയുന്നത് എത്ര ചെന്നാലും നല്ലതെന്നൊക്കെ ഉള്ള ചില കൺസെപ്റ്റുകളുണ്ട്. അങ്ങനെയില്ല. ഓരോരുത്തർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂട് ഓരോന്നായിരിക്കും. ഒരാളിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്രയും ചൂട് അത് നമ്മൾ ആദ്യം ഒന്ന് ആവി പിടിച്ചതിന് ശേഷം പിന്നീട് അതൊരു ധാര പോലെ ഒഴിക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ഒരു വിയർപ്പിക്കലിൻ്റെ ഒരു പ്രോസസ്സാണ് ശരിക്കും വേദഗുളി. അതിലുപയോഗിക്കുന്ന ഔഷധങ്ങൾ വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലും പിഗ്മെൻറ്റേഷൻ മാറാൻ സ്കിന്നിൽ ആക്ട് ചെയ്യുന്ന തരത്തിലും ഉള്ളതാണ്. അതെ ഡോക്ടർ, മാത്രമല്ല അതുമായിട്ട് ചേർത്ത് തന്നെ ചോദിച്ചിട്ട് ഈ പ്രസവശേഷമുള്ള വെയ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമായിട്ട് പൊതുവെ പറയാറുണ്ട്. കാരണം വയറുള്ളതുപോലെ തോന്നുന്നു, പിന്നെ പെട്ടെന്ന് ഭാരം വയ്ക്കുന്നു, അല്ലെങ്കിൽ പ്രസവ സമയത്ത് കയറിയ വെയിറ്റ് പിന്നീട് ഇറങ്ങി പോകുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ ഈ ഒരു ഭാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഈ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് സാധ്യമാകുന്നത് പ്രസവത്തിന് ശേഷമുള്ളത്? ഇതിന് ആയുർവേദം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും വെയിറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങേണ്ടത് പ്രഗ്നൻസിയിലാണ്. നമ്മൾ പ്രീ പ്രഗ്നൻറ്റ് എത്ര വെയിറ്റിൽ നിൽക്കുന്നോ അതിനനുസരിച്ചാണ് ശരിക്കും നമ്മുടെ വെയിറ്റ് ഗെയിൻ ആകാൻ പാടുള്ളൂ. എല്ലാവർക്കും ഒരേ തരത്തിൽ വെയിറ്റ് ഗെയിൻ ആകാൻ പാടില്ല. നമ്മളിപ്പോൾ പ്രീ പ്രഗ്നൻ്റ്ലി തന്നെ നമ്മളൊരു ഒബീസ് കാറ്റഗറിയിലാണെങ്കിൽ പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ വരാതിരിക്കാനുള്ള കാര്യം അന്നേരമേ ശ്രദ്ധിക്കണം. രണ്ടാമതൊരു കാര്യം കണ്ടിരിക്കുന്നത് പ്രഗ്നൻസി റിലേറ്റീവ്ലി ആക്ടിവിറ്റി ഒന്ന് കുറയും എല്ലാവർക്കും തന്നെ. അപ്പോൾ ഈ കുഞ്ഞായതിനു ശേഷവും തിരിച്ച് ആക്ടിവിറ്റിയിലേക്ക് ആദ്യത്തെ നമ്മുടെ ആ ഒരു പ്യൂർ പെരിയോഡ് അല്ലെങ്കിൽ 1.5 മാസം 2 മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് വരാം. അപ്പോൾ അവിടെ കുറച്ച് ആക്റ്റീവായി ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടർ, ഞാൻ ഇന്ന് ഇടപെട്ടോട്ടെ, നമുക്കതേക്കുറിച്ച് സംസാരിക്കണം. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഞാൻ നളിനി, ബാംഗ്ലൂർ. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ കാലങ്ങളിൽ പ്രസവ രക്ഷയ്ക്കായി ആയുർവേദ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് എത്രത്തോളം ഫലവത്താണ്? അത് മിനിമം എത്ര കാലം ഇങ്ങനെയുള്ള ഒരു ചികിത്സ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര കാലം ചെയ്യണം എന്നുള്ളത് ചോദിക്കുകയാണ്. വളരെ റെലവൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇപ്പോൾ ധാരാളം സെൻറ്റേഴ്സ് ഉണ്ട് പോസ്റ്റ്നേറ്റൽ കെയർ ചെയ്യുന്നത്. അതിൽ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ അത് ഒരു കുറച്ചുകൂടെ വെൽനെസ്സിൻ്റെ രീതിയിൽ, കുറച്ചുകൂടെ ഒരു സുഖചികിത്സയുടെ രീതിയിൽ കൊണ്ടുപോകുന്നവരുമുണ്ട്. ഒരു മുന്നേ ഉള്ള കാലത്ത് നമ്മൾ പ്രസവ ശുശ്രൂഷ, പ്രത്യേകിച്ച് ഈ ദേഹത്തെ എണ്ണയിട്ട് ആവി പിടിക്കുന്ന ഈ വേദഗുളി പോലെയുള്ള പ്രോസസ്സ് ഒരു 14 ദിവസം വരെ ഏകദേശം എല്ലാവർക്കും ചെയ്യും. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ, നടുവേദന, കാലുവേദന, അങ്ങനെ വാദസംബന്ധമായ ബുദ്ധിമുട്ട് കൂടുതലായുള്ളവർക്ക് നമുക്ക് 3 ആഴ്ച വരെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതിനോടൊപ്പം നമ്മൾ ഫുഡ് റെസ്ട്രിക്ഷൻ, നമ്മൾ ഈ ദഹനം ശരിയാകുന്നത് വരെ ആഹാരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പാലുണ്ടാകാനും ഗർഭപാത്രം പൂർവ്വസ്ഥിതിയിലേക്ക് പോകാൻ സഹായകമായ ഔഷധങ്ങൾ, ഇത് ഇത്രയും ഇതിനോടൊപ്പം വരണം. ഇതാണ് ഒരു പ്രസവ ശുശ്രൂഷ. അത് കൃത്യമായി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, അത് ആശ്രയിക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് ഒന്നുകൂടി കൃത്യമായ ഒരു
ധാരണ ഉണ്ടായിരിക്കുന്നതാണ് ഈ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം. വെയിറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുമായിട്ട് ചേർത്ത് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? അപ്പം നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ ആരംഭിക്കുന്ന ആ ഒരു ശ്രദ്ധ പോസ്റ്റ്നേറ്റൽ കെയറിലും കൊടുക്കുക. അവിടെ ആക്ടിവിറ്റി ഒന്ന് കുറച്ച് ആക്റ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു റിലേറ്റീവ്ലി നമ്മൾ ഈ കുട്ടിയുടെ ബാക്കിൽ ഫോക്കസ് ചെയ്ത് കരിയറിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവിൽ ഒരു കുറച്ചുകൂടെ ഒരു സെഡൻഡറി ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുൻപേ എത്ര ആക്റ്റീവായിരുന്നോ അതുപോലെ തന്നെ ആ ഒരു ഇനിഷ്യൽ 2 months കഴിയുമ്പോൾ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ ഒന്ന് പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു കുറച്ചൊരു ആക്റ്റീവ് എക്സസൈസ്, ഒരു 1/2 hour to 45 minutes ഒരു കുഞ്ഞ് ഉറങ്ങുന്ന സമയം സെലക്ട് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ പലതവണയായിട്ട് ഒരു 15 minutes 2-3 തവണ ഡിവൈഡ് ചെയ്ത് ഒരു ആക്റ്റീവ് എക്സസൈസ് ബോഡിക്ക് കൊടുക്കുക. അത് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം, പെൽവിക് ഫ്ലോറ് ചിലരിലെങ്കിലും കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ ആ പെൽവിക് ഫ്ലോറിന് ഒന്ന് വേണ്ട ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം എക്സസൈസസ് ചൂസ് ചെയ്യാൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ചിലരിലെങ്കിലും ക്രേവിങ്സ് ഉണ്ടാക്കും. ശരി. പൊതുവിലപ്പോൾ ഒരു കുറച്ച് കഴിപ്പൊക്കെ അത്ര ഡിസിപ്ലിൻഡ് അല്ലാതെ, കാരണം ഈ അതുവരെ നമ്മൾ ചിട്ടയായിട്ട് ഇപ്പോൾ ഒരു ജോലിക്ക് പോവുക അല്ലെങ്കിൽ പഠിക്കാൻ പോവുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ചിട്ടയായി വന്നുകൊണ്ടിരുന്ന ഒരു റൂട്ടീനിനൊരു ചേഞ്ച് വരും. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ നിൽക്കുകയും അപ്പോൾ ഈ റൂട്ടീനിലൊരു ചേഞ്ച് വരുമ്പം അത് ചിലവരുടെയെങ്കിലും ഫുഡ് ഹാബിറ്റ്സിനെ ബാധിക്കും. അപ്പോൾ അതങ്ങനെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നെസസറി ന്യൂട്രിയൻസ് ഇപ്പോൾ പ്രോട്ടീൻ, കാൽഷ്യം, അയൺ ഇതെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അറ്റ് ദ സെയിം ടൈം ആവശ്യമില്ലാതെ മധുരം, കാർബോഹൈഡ്രേറ്റ്സ് നമുക്കുള്ള ആക്ടിവിറ്റിക്ക് നീഡഡ് ആയതിൽ കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ഇൻടേക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ ഡോക്ടർ, അതുമായിട്ട് ചേർത്ത് തന്നെ ചോദിച്ചോട്ടെ. കാരണം ഈ നമ്മൾ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു നോർമൽ ഡെലിവറി അതുമായിട്ടനുബന്ധിച്ചിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ സിസേറിയൻ, അതായത് അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഈ സിസേറിയൻ കഴിഞ്ഞവർക്ക് ഒരു തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആയുർവേദത്തിന് സഹായം തേടാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവരിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അവിടെ നമുക്ക് ഒരു ഇനിഷ്യൽ ശ്രദ്ധ, ആദ്യം നമ്മളൊരു ശ്രദ്ധ ഡെഫിനറ്റ്ലി അവരുടെ ഒരു വൂണ്ട് ഹീലിങ്ങിലേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഇനീഷ്യൽ ഫേസിൽ കുറച്ചുകൂടെ ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ് ഉണ്ടാകും. വൂണ്ട് ഹീലിങ്ങിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ അധികം മെഡിസിൻസ് കൊടുക്കാറില്ല. കാരണം ഒരു ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ട് ആ ഇനിഷ്യൽ ആൻറ്റിബയോട്ടിക്സ് കഴിയുന്നവരെയുള്ള ടൈമിൽ നമ്മൾ അധികം മെഡിസിൻസ് കൊടുക്കാറില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ, കാരണം നമ്മൾ ഇനിഷ്യലി കൊടുക്കുന്ന മരുന്നുകൾ ഈ ദഹനം കറക്റ്റ് ചെയ്യാനുള്ളതും കൂടിയായിരിക്കും. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച്, അതായത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ ചൂടായിട്ട് തന്നെ കഴിയുന്നതും കഴിക്കാൻ ദഹിക്കാൻ പറ്റുന്ന അളവിൽ കഴിക്കുക. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും എല്ലാ ഫുഡും സ്യൂട്ടബിൾ അല്ല. ചിലവർക്ക് എല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അവരവരുടെ ഗട്ടിനനുസരിച്ചുള്ള ഫുഡ് എമൗണ്ട്, പിന്നെ കഴിയുന്നതും ചൂടായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവിലൊരു ലൈറ്റ് ഫുഡാണ് നമ്മൾ ആ സമയത്ത് ശീലിക്കുന്നത് നല്ലത്. പിന്നെ വയറിന് അപ്സെറ്റ് വരാതിരിക്കാൻ നമ്മൾ ഈ മല്ലിവെള്ളം പോലെയുള്ള വെള്ളം കുടിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക, സ്റ്റൊമക്ക് അപ്സെറ്റ് വരാതിരിക്കാനായിട്ട്. കാരണം നമ്മൾ വേറൊരു മെഡിസിൻസും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഫുഡ് കൂടുതലായിട്ടും ആ സമയത്തൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന അഡ്വൈസ്. പിന്നെ ഈ നമ്മൾ വേദുകുളി, കുഴമ്പ് തുടങ്ങിയവ അതിൻ്റെ ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യുന്നത് വരെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കും. അപ്പം അതിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ എണ്ണ ഒഴിവാക്കിയിട്ട് വേദകുളി മാത്രം വേണമെങ്കിൽ ചെയ്യാം. കാരണം ആ മെഡിസിന് ഒരു വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടിയാണുള്ളത്. അത് കാരണം വേദ കുളിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അവിടെ നമ്മൾ കുഴമ്പ് അധികം ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഒന്നുകൂടി ശ്രദ്ധിക്കണം. മനസ്സിലായി. മാത്രമല്ല എനിക്കൊന്ന് വളരെ കെയർഫുള്ളി വെള്ളമൊക്കെ ഒഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൊതുവിൽ തന്നെ നമ്മൾ ഈ വേദകുളിയുടെ വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ നന്നായി ഒന്ന് അരിച്ചെടുക്കണം എന്ന് പറയും. കാരണം ഇതിലുള്ള ചെറിയ നാരുകളും മറ്റും അത് ഈ വൂണ്ടിനെ ഇടയ്ക്ക് പെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഉണ്ടാക്കാം. അതെ ഡോക്ടർ, മാത്രമല്ല ഈ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ഇൻ ജനറൽ, ഗർഭിണികളിൽ നിന്നല്ല, ഇൻ ജനറൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം പൊതുവേ അലോപ്പതിക് മെഡിസിൻ ആണെങ്കിൽ നമ്മളെല്ലാവരും വി ആർ വെൽ അവെയർ, കാരണം എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത്. കാരണം ആയുർവേദ മെഡിസിൻസിന് നമ്മൾ പൊതുവേ ആയുർവേദത്തിനെ സമീപിക്കാത്തതിനൊരു കാരണം പഥ്യം ആണ്. പക്ഷേ ഇപ്പോൾ ഈ
കാലം മാറുന്നതിനനുസരിച്ചിട്ട് അതിനകത്തെല്ലാം കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് കൺസ്യൂമബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ആയുർവേദ മെഡിസിൻസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കത് കൂടി ഒന്ന് സംസാരിക്കാം. ശരിക്കും പഥ്യം എന്ന് പറയുന്നത് ആയുർവേദ മരുന്നിനുള്ളതല്ല, ആ അസുഖത്തിനുള്ളതാണ്. ഇപ്പം നമ്മളൊരു ഷുഗർ ഉള്ള ആളിനോട് മധുരം കഴിക്കരുത് എന്നെങ്ങനെ പറയുന്നു, അപ്പം അല്ലെങ്കിൽ പ്രഷറുള്ള ആളിനോട് ഉപ്പ് കുറയ്ക്കണം എന്നെങ്ങനെ പറയുന്നു, അങ്ങനെ ഓരോ ഡിസീസിനും അതിന് സ്യൂട്ടബിൾ ആയതും അല്ലാത്തതുമായിട്ടുള്ളതുണ്ട്. അതിനെ മാത്രമാണ് പഥ്യം എന്ന് പറയുന്നത്. അത് നോക്കിക്കൊണ്ട് മെഡിസിൻ കഴിക്കുന്നത് നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ വളരെ എഫക്റ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ദഹന പ്രശ്നം അല്ലെങ്കിൽ ഒരു കഠിനമായ വയറുവേദന വരുന്ന ഒരാൾ, നമ്മൾ അവരോടൊരു കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് മെഡിസിൻ കഴിക്കുന്ന ആളിന് ഒരു 50% കൂടുതൽ റിസൾട്ട് കിട്ടുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പഠനങ്ങളും അങ്ങനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. പിന്നെ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഇൻ്ററാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് പറയാറുണ്ട്, ഒഴിവാക്കാൻ പറയാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഇനി ഈ ഡോസേജിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ. കാരണം നമ്മൾ ചിലർക്ക് ഈ ഓവർ ഡോസ് കഴിക്കാനുള്ള ഇപ്പോൾ ഈ പറയുന്ന പോലെ ലേഹ്യങ്ങൾ അല്ലെങ്കിൽ കഷായങ്ങളൊക്കെ ഈ ഡോസ് പറയുന്നത് അത് കൃത്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ്? കാരണം ഓവർ ഡോസ് എത്രത്തോളം പ്രശ്നം ചെയ്യും, പ്രത്യേകിച്ച് ആയുർവേദ മെഡിസിൻ്റെ കാര്യത്തിൽ? തീർച്ചയായിട്ടും ഈ പ്രസവാനന്തര ശുശ്രൂഷയിലെ ആൾ വളരെ റെലവൻ്റ് ആണ്. കാരണം ഈ അരിഷ്ടം, ലേഹ്യം എന്നെല്ലാം പറയുന്നത് കുറച്ചുകൂടെ ഒരു മധുരം ഉള്ള ഔഷധ കൽപ്പനകളാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ നിർദ്ദേശിച്ചതിൽ കൂടുതലുള്ള ഡോസിൽ കഴിക്കുമ്പോൾ ഒരുപാട് ഷുഗർ ടെൻഡൻസി ഉള്ള ആളിനാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഷുഗർ വരാനുള്ള സാധ്യത തന്നെ അത് കൂടുതലാക്കും. അപ്പോൾ ഇത് പാലുൽപാദനം ശരിയായിട്ട് ഉണ്ടാകാനും ദഹനം ഉണ്ടാകാനും ഉള്ള ഒരു ഡോസിൽ അതിൻ്റെ ഒരു മിനിമം പീരീഡിൽ മാത്രം കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ ചിലപ്പം കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടിത് ഇങ്ങനെ എൻ്റെ അമ്മൂമ്മയും കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിക്കുവാണ്. അപ്പം അങ്ങനെ നിർദ്ദേശിക്ക രീതിയിലല്ലാതെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് മധുരം ബേസ് ചെയ്തിട്ടുള്ള മരുന്നാണ്. അതിൻ്റെ ഓവർ ഡോസ് കൊണ്ട് ഈ പ്രത്യേകിച്ച് പ്രമേഹ ടെൻഡൻസി ഉള്ളവർക്ക് അത് നല്ല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതെ ഡോക്ടർ, അടുത്ത ഒരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രസവരക്ഷയുമായിട്ടനുബന്ധിച്ച് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നത്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഒത്തൻറ്റിസിറ്റി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സയാണോ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കളത്തരങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പം അത്തരത്തിൽ നമ്മളൊരു സ്ഥാപനത്തെ ഇത്തരമൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സമീപിക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഉറപ്പാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ സാധിക്കും? പ്രധാനമായും നിങ്ങളൊരു സ്ഥാപനത്തെ പോസ്റ്റ്നേറ്റൽ കെയറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഉള്ളിലേക്ക് തരുന്ന ഔഷധങ്ങൾ അത് എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നു, ഇപ്പം പലതരത്തിൽ അത് അക്വയർ ചെയ്യാൻ കഴിയും. എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നു, എന്തെല്ലാം മെഡിസിൻസ് തരുന്നു, അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനും തെറ്റില്ല. ആദ്യം ഇതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ രണ്ടാമത് ഈ തരുന്ന മരുന്നുകൾ എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നു എന്നുള്ളത് അത് പ്രധാനമാണ്. പിന്നെ ചര്യകൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന സന്ദർഭത്തിൽ അതിനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്നു, അപ്പോൾ അവർ പറയുകയാണ് 2 മണിക്കൂർ ഇടവിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു, അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു മരുന്ന് തരുന്നു. അപ്പോൾ ഒരു 2 മണിക്കൂർ ഇടവിട്ട് നമുക്കിങ്ങനെ ഫുഡ് തന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം തന്നെ രാവിലെ ഒരു പ്രോസസ്സ്, വൈകിട്ടൊരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലായിടത്തും ഒന്നുപോലെ കറക്റ്റായിട്ട് നടക്കുന്നുവെന്ന് പറയാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിന് അനുസരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിലും ഓരോ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ മറുപടി നൽകിയതിലും ഒക്കെ വളരെയധികം നന്ദി. ഇന്നത്തെ ഈ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.